സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ അഭിമാനം കൊള്ളുന്ന ഒരു നാടുണ്ട്, പുല്ലമ്പാറ. ഡിജിറ്റൽ സാക്ഷരതയുടെ മാതൃകയായ ഒരു നാട്. ഡിജിറ്റലായി മാത്രമല്ല, സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചാർത്തി മുന്നേറുന്ന ഒരു പഞ്ചായത്തിന്റെ കഥയാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. വെഞ്ഞാറമൂടിനടുത്തുള്ള ഒരു കാർഷിക ഗ്രാമമാണ് പുല്ലമ്പാറ. ഈ പുല്ലമ്പാറയിലെ ഓരോ ആളുകളും ഇന്ന് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു കഴിഞ്ഞു. അവരെല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഫേസ്ബുക്കും വാട്സപ്പും ഗൂഗിൾ പേയും ഒക്കെ ഉപയോഗിക്കാൻ അറിയാം. ഈ ആശയം സംസ്ഥാന തലത്തിൽ നാം എടുത്തത് പുല്ലമ്പാറയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ്. പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര പഞ്ചായത്തായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2022 സെപ്റ്റംബർ 21 പ്രഖ്യാപിക്കുകയുണ്ടായി. എനിക്ക് ഈ ടച്ച് ഫോൺ ഉപയോഗിക്കാനോ ടച്ച് ഫോൺ എൻ്റെ കയ്യിലോ ഇല്ലാത്ത സമയത്താണ് ഇത് വരുന്നത്. അതിനുശേഷം മറ്റുള്ള ഫോണിൽ നിന്ന് ട്രെയിനുകൾ കൊണ്ടുവന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അത് പഠിച്ചത് വരെ ഇപ്പോൾ എനിക്ക് വാട്സപ്പ്, യൂട്യൂബൊക്കെ എടുക്കാൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് ഗൂഗിൾ പേ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ക്യാഷ് കയ്യിൽ കൊണ്ട് പോകേണ്ട അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഹരിതകർമ്മസേനയിലെ അംഗമാണ്. അതിൽ വർക്കുകളെല്ലാം ചെയ്യുന്നത് ഫോൺ വഴിയാണ്. ഞങ്ങൾ ഇന്ന് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് അഭിമാനത്തിലാണ്. എന്നാൽ ഡിജി പുല്ലമ്പാറ എന്ന ഡിജി കേരളമായി മാറുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 21 തീയതി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ, ഡിജി കേരളയായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ തുടക്കം പുല്ലമ്പാറയിൽ നിന്നാണ്, ഡിജി പുല്ലമ്പാറയിൽ നിന്നാണ് എന്നതിൻ്റെ അഭിമാനത്തിലാണ് ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും. ഡിജി പുല്ലമ്പാറ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല ഈ പഞ്ചായത്തിൻ്റെ നേട്ടങ്ങൾ. എൻ്റെ പിന്നിൽ ഈ കാണുന്നത് വാമനപുരം പുഴയാണ്. ഇപ്പോൾ ഇതിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷേ എല്ലാ കാലത്തും ഇങ്ങനെയല്ല. വെയിലായിട്ടുണ്ടെങ്കിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് പുല്ലമ്പാറ. അതിനെ മറികടക്കാനായി മാതൃകാപരമായൊരു പദ്ധതി ഈ പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായി ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിനാണ്. അതൊരു വലിയൊരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവാർഡ് നമുക്ക് ലഭിച്ചത്. രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു എന്നാണ് ആ അവാർഡ് നമ്മൾ ഏറ്റുവാങ്ങിയത്. മണ്ണ് ജല സംരക്ഷണമാണ് നീർറോ പദ്ധതിയുടെ ലക്ഷ്യം. നമ്മുടെ നാട്ടിൽ എത്രമാത്രം പൊതുകുളങ്ങളുണ്ടായിരുന്നെന്നറിയോ? ആ കുളങ്ങളെല്ലാം ഞങ്ങൾ നന്നായി പ്ലാൻ ഫണ്ട്, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട്, ടൈഡ് ഫണ്ട് ഒക്കെ വച്ച് ഇത്തരത്തിൽ നമ്മൾ കെട്ടിയെടുത്തു. ഈ സ്ഥലത്ത് കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു മേഖലയാണ്. 10-15 കുടുംബക്കാർ ഈ കാര്യം തന്നെ ഉണ്ട്. അവരെല്ലാം ഇതിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അടക്കം ഒരുപാട് പരിമിതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധികൾക്കെല്ലാം ഇടയിൽ നിന്നുകൊണ്ടും മികച്ച മാതൃകകൾ സൃഷ്ടിക്കുന്ന പുല്ലമ്പാറ പഞ്ചായത്തിനെ പോലെയുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. പ്രേംശശിക്കൊപ്പം അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.